2019 കേരളത്തിൽ ആകെയുണ്ടായ കനൽ ആലപ്പുഴയിൽ. ഇക്കുറി അത് കെട്ടു. പാർട്ടിയിലെ പൊട്ടിത്തെറി കനൽ കെടുത്തിയെന്ന് വേണം പറയാൻ. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതിന്റെ കൂടെ പാർട്ടിയുടെ ഉൾപാർട്ടി പോരും ആലപ്പുഴയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് CPM-നെ അകറ്റി എന്നതാണ് വസ്തുത. ജില്ലാ സെക്രട്ടറി അനുനയ നീക്കം പല കുറി നടത്തി. അവഗണനയില്ല, പക്ഷേ അദ്ദേഹം വളരെ വിഷമത്തോടെയാണ് പറയുന്ന കാര്യങ്ങളൊക്കെ. വിഷമമൊക്കെ മാറും. ദീർഘശ്വാസം വലിക്കുന്ന പാർട്ടിയെ G. സുധാകരൻ പലവട്ടം വിവാദത്തിന്റെ ചതുപ്പിലാഴ്ത്തി. പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നൊരു വിഭാഗം വളർന്നു വരുന്നുണ്ട് എല്ലായിടത്തും. ചിലടത്ത് കുറച്ച് കൂടുതലാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്ത് കയറി ക്രിമിനലൈസ്ഡ് ആക്ടിവിറ്റീസ് നടത്തി പാർട്ടികളുടെ ലേബലിൽ വിളിച്ചുന്നവരെയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ഞാൻ ഇത് പറഞ്ഞത്. ഒടുവിലിതാ കാര്യങ്ങൾ പരസ്യപ്പോരിലേക്ക് എത്തിയിരിക്കുന്നു. സീനിയർ ലീഡറിന് അതേ ഭാഷയിൽ MLA-യുടെ മറുപടി. ഒരു പാർട്ടി നിൽക്കുകയും ആ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി എതിരാളിക്ക് ഗുണമുണ്ടാക്കുന്ന വർത്തമാനം പറയുന്നതും ഒരു തരത്തിൽ വേണമെങ്കിൽ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്ന് വേണേൽ പറയാൻ പറ്റും. അതാരും ചെയ്തുകൂടാ. ആലപ്പുഴയിൽ തിരിച്ചടി നേരിടുന്നത് ഇതാദ്യമായല്ല. തിരിച്ചടി നേരിട്ടപ്പോഴെല്ലാം അതിനെ അതിജീവിക്കാനായിട്ടുണ്ടെന്നും സുധാകരനെ ഓർമ്മപ്പെടുത്തി സലാം. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ ആഘാതമുണ്ടായൊരു സമയമെന്ന് പറയുന്നത് ബഹുമാന്യായ ഗൗരിയമ്മ പാർട്ടി വിട്ടുപോയൊരു സമയമാണ്. തലക്കടിക്കുന്ന പോലെയുള്ള ആഘാതമുണ്ടായൊരു സന്ദർഭമാണ്. അതിനെ അതിജീവിച്ച പാർട്ടിയാണ് ആലപ്പുഴ പാർട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ് G. സുധാകരൻ. മോദിയുടെ ഭരണമികവിന് പുകഴ്ത്തൽ, പിന്നെ തനിക്കെതിരെ അന്വേഷണം നടത്തിയ എളമരം കരീമിനിട്ട് കൂട്ട്. സ്വന്തം നാട്ടിൽ 1.5 ലക്ഷം വോട്ടിന് തോറ്റത് അന്വേഷിക്കേണ്ടേ എന്നാണ് ചോദ്യം. G. സുധാകരന് അതേ ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞ് മുന്നോട്ടു പോകാനാണ് H. സലാം ഉൾപ്പെടെയുള്ള ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം. സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സുധാകരൻ നിലവിൽ പാർട്ടി അംഗം മാത്രമാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ചംഗമായ സുധാകരൻ വഹിക്കുന്ന ഏക പദവി നിലത്തെഴുത്താശാന്മാരുടെ സംഘടനയുടെ ഭാരവാഹിത്വം മാത്രമാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.